ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അത് വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. സഹോദരി ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛാ ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഏതാ? അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഏറ്റവും ശക്തമായ എല്ലാ പ്രാർത്ഥനകളും ഏറ്റവും ശക്തമാണ്. പക്ഷെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന, ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ തൂകുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാതെ ഈശോ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ പ്രാർത്ഥന നിങ്ങൾ എന്നും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്, ഒത്തിരി ശക്തിയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക്. ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. അത് വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നിങ്ങൾ ജീവിതത്തിൽ ഇതുപോലെ ശക്തിയുള്ളൊരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയും. പലപ്പോഴും വളരെയധികം കെയർലെസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുന്നത്, അല്ലേ? ഇപ്പം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം പക്ഷേ അതിൻ്റെ ശക്തി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അത്രയേറെ പ്രാധാന്യത്തോടെ അല്ല നമ്മളത് ചെല്ലുക. ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ഇടവക മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഏറ്റവും നന്നായിട്ട് വിശുദ്ധിയോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥന ചെല്ലണം. കാരണം ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. കാരണം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വേറെ ഒന്നുമല്ല, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്. വേറെ ആരും പഠിപ്പിച്ചതല്ല, ഈശോ പഠിപ്പിച്ചതാ. ജീവിതത്തിലെ സങ്കീർണമായ ഏത് അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, ഏത് പ്രശ്നവും നിന്റെ ജീവിതത്തിലുണ്ടോ, ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്ക്. വല്ലാത്ത അനുഗ്രഹമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും വിശ്വാസത്തോടെ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ജീവിതത്തിൻ്റെ പാപക്കറകളൊക്കെ കഴുകിക്കളഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ അത്രയേറെ വിശ്വാസത്തോടു കൂടെ നിങ്ങൾ മനമൊരുക്കി കണ്ണീരൊഴുക്കി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അകന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും. നമ്മൾ എന്താ പ്രാർത്ഥിക്കണേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാ പ്രാർത്ഥിക്കണേ. ഒരപ്പന് സ്വന്തം മക്കളെ മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർക്കണം, അത് കൃത്യമായിട്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് കൃത്യമാണ്. അതൊരു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയും അത് പ്രാർത്ഥന കാണാൻ പറ്റും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണത്. കപടനാട്യക്കാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് തമ്പുരാൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കപടനാട്യം പാടില്ല പ്രാർത്ഥനയിൽ. ദൈവത്തെയാണ് നീ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ദൈവത്തിനോടാണ് നീ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നീ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അത് വളരെ സുന്ദരമായിട്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വരെ ഈശോ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നാൽ കപടതകളില്ലാതെ കള്ളത്തരങ്ങളില്ലാതെ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്ന കാര്യം തമ്പുരാൻ തരും. ഏറ്റവും ശക്തമായ പ്രാർത്ഥന അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ബൈബിളിലുണ്ട് കൃത്യമായിട്ട്. ബൈബിളിൽ നമുക്ക് തരുന്ന ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണിത്. ജീവിതത്തിലെ പലവിധ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവനാണോ നീ? ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യമൊന്നല്ല, നിനക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കണം.
ചില മക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നപ്പോൾ, ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്നറിയോ, ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ അടുത്ത് ധ്യാനം കേട്ടിട്ട് എൻ്റെ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ആ പ്രാർത്ഥനകൾ പലരും വന്ന് ചോദിക്കുക, അച്ഛൻ ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടേ ഈ തടസ്സമൊന്നും മാറാൻ? പലർക്കും പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനകളാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ പറയുക. എനിക്ക് എല്ലാവരോടും വന്നു പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വീഡിയോയിലൂടെ പറയുക. 51-ാം സങ്കീർത്തനം പല മക്കൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കണ്ടപ്പോഴാണ് അതൊരു പാപിയുടെ സങ്കീർത്തനമാണ്. എന്ന് വെച്ചാൽ ദാവീദിൻ്റെ സങ്കീർത്തനമാണ്, ഒരു പാപിയുടെ പ്രാർത്ഥനയാണ്, ചങ്ക് പൊട്ടിയുള്ളൊരു പ്രാർത്ഥന. നിങ്ങളുടെ ജീവിതത്തിൽ പാപാവസ്ഥകൾ പെരുകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയാറ്. അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. എത്രമാത്രം എഴുതി പ്രാർത്ഥിക്കാൻ പറ്റും. ചിലരോട് പറയും എഴുതി പ്രാർത്ഥിക്കണം, കാരണം കോൺസെൻട്രേഷൻ കിട്ടാൻ, ആ പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്കത് കുറച്ചും കൂടി സാധ്യമാകും. ചിലരോട് പറയും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഒരു ദിവസം ചെല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലണം, ചില നിയോഗങ്ങൾക്ക് വേണ്ടി, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാൻ പറയാം, ഒരു സഹോദരിയുടെ അടുത്ത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങളൊരു 50 പ്രാവശ്യം ഈ പ്രാർത്ഥന ചെല്ലണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അത് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലിക്കൊണ്ടടക്കാം, ഒരു സുഹൃത്ത് ജപം പോലെ ചൊല്ലിക്കൊണ്ടടക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, കാണാപ്പാഠം പഠിക്കേണ്ട ഒരു പ്രാർത്ഥന. പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി ചെല്ലുമ്പോഴാണ്, അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കിട്ടുക. അത് സത്യമാണ്. ജീവിതത്തിൽ ചിന്തിച്ചോളാം, അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിന് എന്താണ് ആഹാരം? ചിലപ്പോൾ ജീവിതത്തിൻ്റെ തടസ്സങ്ങളാണോ ബുദ്ധിമുട്ടുകളാണോ, അതൊക്കെ തമ്പുരാൻ തരും. കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവിനോട്, എൻ്റെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കാരണം അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിന് എന്താണോ വേണ്ടത് അവിടുന്ന് തരും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. കാരണം നിങ്ങൾ ജീവിതത്തിൽ ഓർക്കണം, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ സ്ഥാനം കൊടുത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഈശോ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്, ഒത്തിരി ശക്തി. പല മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം. ചിലരുടെയും പറയും എല്ലാ ദിവസവും ചൊല്ലണം, എല്ലാ ദിവസവും 50 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ, 100 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ? അതൊരു സംരക്ഷണം പോലെ സ്വർഗീയ പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ ചൊല്ലി നോക്കേ. മാറ്റങ്ങളുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും, കൃപകളുണ്ടാകും. ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കും, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ വ്യക്തിക്ക് വേണ്ടി ഈ സ്വർഗസ്ഥന പിതാവെ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം, കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. മാറ്റങ്ങളുണ്ടാകും, അത്ഭുതങ്ങളുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തടസ്സം തമ്പുരാൻ മാറ്റിത്തരും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുന്നു, നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് വേണം തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ. തമ്പുരാൻ്റെ കൃപയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് മാറ്റിക്കളഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോഴാ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും കൃപകളും നന്മകളും ഉണ്ടാകുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാം. ജീവിതത്തിൽ വിശ്വാസത്തോടു കൂടെ നീ ദൈവത്തിൻ്റെ മുന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ തമ്പുരാൻ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തരുമെന്ന് നമുക്ക് തിരിച്ചറിയാം. പല മക്കളും ഒത്തിരി തവണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇത്. ഞാൻ പലർക്കും എൻ്റെ അടുത്ത് കാണാൻ വരുന്നവർക്കും ഇപ്പോൾ കാണാനൊന്നും അധികം സാധിക്കുന്നില്ല, കാരണം എല്ലാ ദിവസവും ധ്യാനമാണ്. മിക്കവാറും ദിവസങ്ങളിൽ ധ്യാനമാണ്. പിന്നെ ഇടവകയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, അങ്ങനെ കാണാനായിട്ട് പല മക്കളെയും സാധിക്കുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുന്നവരോടും എന്തെങ്കിലും സങ്കടങ്ങൾ പറയുന്നവരോടൊക്കെ ഞാൻ പറയുക, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നല്ലൊരു കുമ്പസാരം നടത്തി ദിവസവും തമ്പുരാൻ്റെ അടുത്ത് പോയിരുന്ന്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പോയിരുന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ ആ ദുഃഖങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കേ. മാറ്റങ്ങളും അനുഗ്രഹങ്ങളും കൃപകളുണ്ട്. കാരണം ഏറ്റവും ശക്തമായ പ്രാർത്ഥന അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, വേറെ ആരും പഠിപ്പിച്ചല്ല, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. നമ്മളെ ഈശോ പഠിപ്പിച്ചെന്നത് പ്രാർത്ഥനയത്. ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, ഈശോ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ കാര്യം, സ്വർഗത്തിൽ എനിക്കൊരു അപ്പൻ ഉണ്ടെന്ന, എന്തിനും പോകുന്ന ഒരു അപ്പൻ, എല്ലാത്തിനും തികഞ്ഞൊരപ്പൻ, സർവ്വ നന്മ സ്വരൂപനായ അപ്പൻ. ആ അപ്പൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവില്ല. ആ അപ്പൻ എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. മാറ്റങ്ങൾ ഉണ്ടാകും, അനുഗ്രഹങ്ങൾ. കാരണം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാവോ, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവോ? കാരണം അവൻ എല്ലാത്തിനും പോകുന്നൊരു ദൈവമാണ്. ആ ഈശോ നമ്മളെ പഠിപ്പിച്ചെന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ഒന്ന് ചൊല്ലി നോക്കിയേ.
മാറ്റങ്ങളുണ്ടാകും. അത് സത്യമാണ്. കാരണം അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവൻ എന്ന് പറഞ്ഞിട്ട് തമ്പുരാൻ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പറയണേ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്ന് ഈശോ പറയണേ. ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. അത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം തിരുവചനം, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. കൃത്യമായിട്ട് പറഞ്ഞു വെക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. കൃത്യമായിട്ട് പറയാ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. തമ്പുരാൻ പറയാ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യത്രേ ഉള്ളൂ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. ഈശോ പറഞ്ഞു വെച്ച അതേ ഡയലോഗ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ജീവിതത്തിലെ കടബാധ്യതകളുണ്ടോ? രോഗങ്ങളുണ്ടോ? പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നത്. മക്കളെക്കുറിച്ച് ആകുലതകളുണ്ടോ? മക്കളുടെ കല്യാണം നടന്നിട്ടില്ലേ? ജോലി കിട്ടിയിട്ടില്ലേ? വിസയുടെ തടസ്സമാണോ? OET IELTS PSC ടെസ്റ്റുകളുടെ ബുദ്ധിമുട്ടുണ്ടോ? പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു വീട് വയ്ക്കാൻ പ്ലാനുണ്ടോ? എന്തെങ്കിലും തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു നോക്ക്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്ക്. മാറ്റം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ആദ്യമേ അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നല്ലൊരു കുമ്പസാരം നടത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിക്കളഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, കൃപകൾ ഉണ്ടാകും, അഭിഷേകം ഉണ്ടാകും.